ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പപ്പി അഡോപ്ഷൻ കൊടുക്കാൻ പോകുന്ന പോക്കാണ്. നേരം കറുകറ വെളുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ അവനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി. സമയം രാവിലെ 4:30. ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ആ ഏരിയയിലില്ല. ഞാൻ എൻ്റെ മാത്രം എക്സൈറ്റ്മെൻറ്റ് കാരണം അരമണിക്കൂർ ഞങ്ങൾ അവിടെ പോസ്റ്റായിരുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെവിയിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നല്ല പുളിച്ച തെറിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ രാവിലെ 3:30 അവനെ എണീപ്പിച്ച് വെച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അവനും ആ വിജനമായ റോഡിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനും എന്തോ ഉറക്കമൊക്കെ വരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ നൈസായിട്ട് എന്നിലോട്ട് ചേർന്ന് കിടന്നു. അപ്പോഴത്തേക്ക് ഇതേ വണ്ടി എത്തി. ആദ്യമായിട്ടാണ് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഞാൻ ഒരു പപ്പിയായാലും ഡോഗിനായാലും ഞാൻ കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. ഇത് ഡിമോറയുടെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് കൊണ്ടുപോയത്. ഒരു 19 സീറ്ററിൻ്റെ ഒരു ടെമ്പോ ട്രാവലറായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അതിൻ്റെയൊക്കെ ചെക്ക് ചെയ്തായിരുന്നു നന്നായിട്ട്. ബിക്കോസ് നമ്മുടെ ഇനി വരുന്ന ആൾക്കാർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ഫുള്ള് ഉള്ളും പുറവും എല്ലാം ഞാൻ നല്ലോണം ചെക്ക് ചെയ്തിരുന്നു. നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ കേജൊക്കെ ആക്കിയിരിക്കുന്നത്. അത് നല്ല ഫുൾ വണ്ടി AC ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് അവിടെ സേഫായിട്ട് തന്നെ എത്തുകയും ചെയ്തു. അവരതനുസരിച്ചിട്ട് നമ്മളെ വിവരം അറിയിച്ചിട്ടുമുണ്ട്. അവനെ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. നമ്മൾ 3 മാസമൊക്കെ നോക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അവനൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ സ്വാർത്ഥതയെക്കാട്ടി എപ്പോഴും നല്ലതല്ലേ അവന് നല്ലൊരു വീടൊക്കെ കിട്ടി അവൻ സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ. പിന്നെ പുള്ളിക്കാരൻ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണാം. അവന് 50 സെൻറ്റ് സ്ഥലവും ഒരു പുരയിടവും ഒരു സ്വന്തമായിട്ടൊരു ലാബ് ചേട്ടനും ഉള്ള ഒരു വീട്ടിലേക്കാണ് കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. ഇതിവനെ അഡോപ്റ്റ് ചെയ്ത ബിജി ചേച്ചിക്കും ഫാമിലിക്കും ഒരുപാട് നന്ദി. ഇനി ഇവൻ അവിടുത്തെ രാജാവായിട്ട് വാഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരും നന്നായിട്ട് തന്നെ അവരെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ വീട് കിട്ടുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.